ന്യൂബോൺ ബേബീസിന് എത്ര തവണ മുലയൂട്ടണം? 2 മുതൽ 3 മണിക്കൂർ ഇടവേളയിൽ മുലയൂട്ടാവുന്നതാണ്. ഡിമാൻഡ് ഫീഡിംഗ് ആണ് ഷെഡ്യൂൾ ഫീഡിങ്ങിനേക്കാളും സേഫ്. ആസ് ഏജ് പ്രോഗ്രസസ് കുഞ്ഞ് ഉറങ്ങി എണീറ്റ് അല്ലെങ്കിൽ മലവും മൂത്രവും പോയി കരയുന്നതിനനുസൃതമായി അമ്മയ്ക്ക് 2 മുതൽ 3 മണിക്കൂർ ഇടവേളയിൽ മുലയൂട്ടാവുന്നതാണ്. ഇനി ഏകദേശം ഒരു 30 മുതൽ 40 ദിവസത്തിന് ശേഷം കുഞ്ഞ് കംഫർട്ടബിളായിട്ട് 3 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുകയാണെങ്കിൽ പോലും ഭയപ്പെടേണ്ട ആവശ്യകതയില്ല. അറ്റ് എ ടൈം ഏകദേശം ഒരു 2 months ആകുന്നിടം വരെ 4 മണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് ഉറങ്ങാൻ വിടാതിരിക്കുക. ദെയർ ആഫ്റ്റർ കുഞ്ഞ് കരഞ്ഞെണീക്കുന്നതിനനുസരിച്ച് ഫീഡ് ചെയ്യുക. അത്യാവശ്യം പാല് കിട്ടുന്നുണ്ടെങ്കിൽ കുഞ്ഞ് കംഫർട്ടബിളായിട്ട് കുഞ്ഞ് ഉറങ്ങുന്നതായിരിക്കും. 3 മണിക്കൂറൊക്കെ ആകുമ്പോൾ കുഞ്ഞ് തന്നെ എണീറ്റ് ഫീഡ് ചെയ്യാനായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നതായിരിക്കും. അത്യാവശ്യം പാല് കിട്ടുന്നുണ്ടെങ്കിൽ വെയിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടും, യൂറിൻ ഔട്ട്പുട്ട് കൃത്യമായിട്ടുണ്ടായിരിക്കും, ബേബി കംഫർട്ടബിൾ ആയിരിക്കും, എക്സസീവ് ക്രൈ ഇറിറ്റബിലിറ്റി ഉണ്ടാകുകയും ഇല്ല. പാല് കൊടുത്തതിന് ശേഷം ഗ്യാസ് തട്ടുക, തല ഉയർത്തി വെച്ച് കിടത്തുക. കുഞ്ഞ് ആഴത്തിലും താളത്തിലും പാല് വലിച്ചു കുടിക്കുമ്പോൾ എയർ ഉള്ളിൽ കയറുന്നതിനെ തുടർന്ന് ആ എയർ കാരണം ഗേഷ്യസ് ഡിസ്റ്റൻഷൻ വഴിയും തികട്ടി കക്കി വായിലൂടെയും മൂക്കിലൂടെയും കയറി വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ബർപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ഏമ്പക്കം കേൾക്കുന്നിടം വരെ 5 മുതൽ 15 മിനിറ്റ് വരെ ബർപ്പ് ചെയ്യാവുന്നതാണ്. തല ഉയർത്തി വെച്ച് കിടത്താം, ടമ്മി ടൈം കൊടുക്കുകയും ചെയ്യാം. അത് കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനെ കുറയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും.